ഹലോ, എൻ്റെ പേര് നെൽസൺ. ഞാൻ ഒരു വീഡിയോ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരുന്നു. എൻ്റെ ഫാദറിനെ ഒരു നെഞ്ചുവേനെ തുടർന്ന് ആൻറ്റിഗ്രാമിൽ ബൈപ്പാസ് സർജറി വേണമെന്നുള്ള രീതിയിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ ലിസി ഹോസ്പിറ്റലാണ് അത് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രമോവിനെ അതിന് മുന്നേ തന്നെ വിളിച്ചിരുന്നു. ഞാൻ പപ്പിങ്ങനെ വന്നിട്ടുണ്ട്, 5 lakhിൻ്റെ പോളിസിയാണ് പപ്പി കമ്മിക്കുള്ളത്. അങ്ങനെ പറഞ്ഞു ലിസി ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തോ, നോ ഇഷ്യൂ. അപ്പൊ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ചാർജ് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് നന്നായി വരുന്നുണ്ട്, റിജക്ട് ചെയ്യുന്നുണ്ട് ക്ലെയിമുകൾ. പിന്നെ അല്ലെങ്കിൽ ഒരു 50% ടോട്ടൽ ബില്ലിന്റെ എമൗണ്ട് അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഏകദേശം 3.5 lakh to 4 lakhിനുള്ളിൽ വരും. ആ സമയത്ത് എങ്ങാനും ഫൈനൽ ഡേ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എമൗണ്ട് 50%ഓ അല്ലെങ്കിൽ റിജക്ഷനോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് ഉണ്ടാവില്ല. ഞാൻ നമ്മളടുത്ത് 100,000 ചോദിച്ചു. മനസ്സിലാ, നീ വിട്ടോ, ഞാൻ ഡീൽ ചെയ്തോളാം, നീ ആ ഡിസ്ചാർജിന്റെ ഫൈനൽ ബില്ല് അയക്കും, എന്നെ നീ എന്നെ വിളിക്ക് എന്ന് പറഞ്ഞു. പ്രമോദ് സ്റ്റാർഹെൽത്തിന്റെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നമ്പർ 1 ആണ്, മാത്രം 20 years എക്സ്പീരിയൻസ് ഉള്ള ഈ ഫീൽഡിൽ. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി ഡിസ്ചാർജിനെ വിളിച്ചു. ഞാൻ പ്രമോദിനെ വിളിച്ചവിടെ ബില്ലായിട്ടുണ്ട്, 3,46,000 ബില്ല് വന്നിരിക്കുന്നത്. അവര് അയക്കട്ടെ എന്ന് ചോദിക്കും. പ്രമോദ് പറഞ്ഞു അത് അയച്ചോന്നേ, അയക്കാൻ പറയും. 2 hours തന്നെ റിപ്ലൈ അപ്രൂവൽ വന്നു. 3,43,000 നമുക്ക് അപ്രൂവൽ കിട്ടി. ആ കൂടി നമ്മുടെ കയ്യിൽ നിന്ന് 3,000 അടയ്ക്കേണ്ടി വന്നു. ഞാൻ പ്രമോദിനെ വിളിച്ചു പറഞ്ഞു. പ്രമോദ് പറഞ്ഞു ആ 3,000 അടയ്ക്കേണ്ട, നീ ഫുൾ ക്യാഷ്ലെസ് ആണ്. അത് പറഞ്ഞു ഇനിയിപ്പോൾ സംസാരിക്കാൻ നിൽക്കണ്ട, ഡിസ്ചാർജ് ചെയ്ത് ടൈം ഉണ്ട്, എൻ്റെ ഇവിടെ കുന്നോളത്താണ് എടുക്കുന്നത്, അപ്പത്തേനും ദൂരം ഉണ്ട്, ഞാൻ 3,000 കൊടുത്ത് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്ന്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ സാറുകൾക്കെതിരെ വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ എന്താ അവിടെ സാർക്ക് താല്പര്യം എനിക്കറിയില്ല. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഏത് ഇൻഷുറൻസ് കമ്പനി ആയാലും ഒരു ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക. ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ ഇൻഷുറൻസിന്റെ ഏജന്റും. നമ്മൾ ഏത് ഇൻഷുറൻസ് കമ്പനി എടുത്താലും അവരെ ടോൾ ഫ്രീക്ക് വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് നല്ലത്. അത് ലാംഗ്വേജ് വിഷയം ഉണ്ടാവും, കിട്ടാൻ ബുദ്ധിമുട്ട്, ഡിസ്ചാർജിലെ റിജക്ഷൻ എങ്ങാനും വന്നുള്ള സാഹചര്യം ഞാൻ പറഞ്ഞത്. നമ്മളെ അഡ്വൈസ് ചെയ്താലും നമുക്ക് ഒരു വേ കാണിച്ചു തരാനും നമുക്ക് നല്ലൊരു ഏജന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഏത് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും ഒപ്പം തന്നെ നല്ലൊരു ഏജന്റിനെയും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യണം എന്റെ എക്സ്പീരിയൻസിൽ സ്റ്റാർ ഹെൽത്ത് ടു പുള്ളി മലപ്പുറം ഡിസ്ട്രിക്ട് ഹാൻഡിൽ ചെയ്യാണ് നമ്പർ 1 പ്രമോദിനെയും. അപ്പോ നിങ്ങളെല്ലാവരും കൂടി ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക. അപ്പൊ നല്ലൊരു ഇൻഷുറൻസ് ഏജന്റിനെയും കണ്ടെത്തുക. കാരണം വലിയൊരു തുകയ്ക്കൊക്കെ നമുക്ക് ഓപ്പറേഷൻ വന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തളം പറയും. ഓക്കെ, അപ്പൊ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത്. താങ്ക് യു.